റവന്യൂ വകുപ്പിലെ പ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ACSഉം ലാൻഡ് റവന്യൂ കമ്മീഷണറും ഉൾപ്പെടെ ജില്ലകളിലെ റവന്യൂ വകുപ്പിൻ്റെ മേധാവികളായിട്ടുള്ള കളക്ടർമാരുമായി 32ഓളം അജണ്ടകൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ളൊരു യോഗമാണ് ജില്ലാ കളക്ടർമാരുടെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് ഇവിടെ നടക്കുന്നത്. എല്ലാ വർഷവും റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കളക്ടേഴ്സ് മീറ്റിങ്ങിൻ്റെ കൂടി ഭാഗമായിട്ടാണ് 32ഓളം അജണ്ടകൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഈ യോഗം ഇവിടെ ഇങ്ങനെ നടത്താൻ വേണ്ടി ആലോചിച്ചത്. റവന്യൂ വകുപ്പ് നിശ്ചിതമായിട്ടുള്ള അജണ്ടയുമായിട്ടാണ് കേരളത്തിൽ അതിൻ്റെ വിഷൻ ആൻഡ് മിഷൻ 2021-26 എന്ന പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ റവന്യൂ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്താനും കൂടുതൽ വേഗതയിലാക്കാനുമുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ചേർന്ന യോഗം അതുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പിലെ വിവിധങ്ങളായ തലങ്ങളിൽ നടത്തേണ്ട ഇടപെടലുകളെ സംബന്ധിച്ചിട്ടുള്ള ആലോചനയാണ് ഏറ്റവും പ്രധാനമായി നടത്തിയത്. ഏറ്റവും പ്രധാനമായി ഉദ്യോഗസ്ഥ തലത്തെ ക്രമീകരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവരുടെ താഴെയുള്ള ഉദ്യോഗസ്ഥ വിഭാഗത്തെ ഇൻസ്പെക്ട് ചെയ്യാവുന്ന വിധത്തിൽ മുകളിൽ നിന്ന് താഴത്തോട്ട് കർശനമായ ഇൻസ്പെക്ഷൻ സംവിധാനം സമയബന്ധിതമായി നടത്തി പൂർത്തീകരിക്കാനുള്ള ഒരു പരിപാടി നിശ്ചയിച്ചു കഴിഞ്ഞു. അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയായിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് ഇൻസ്പെക്ട് ചെയ്യും. ലാൻഡ് റവന്യൂ കമ്മീഷണർ അതിന് തൊട്ട് താഴെയുള്ള കളക്ടറേറ്റുകൾ ഇൻസ്പെക്ട് ചെയ്യും. അങ്ങനെ തുടങ്ങി റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വില്ലേജ് ഓഫീസുകളും ഉദ്യോഗസ്ഥന്മാരും ഇൻസ്പെക്ഷന് വിധേയമാകുന്ന വിധത്തിലുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള പരിശോധനാ സംവിധാനം നമ്മുടെ നടപടികളുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ പ്രധാനമായ ആലോചനകളിലൊന്നായി എടുക്കുകയുണ്ടായി. കേരളത്തിലെ എല്ലാവർക്കും ഭൂമി എന്ന ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഭൂമി വിതരണത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ ഒരു പട്ടയ മിഷൻ തന്നെ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. അർഹരായ എല്ലാവർക്കും ഭൂമി കൊടുക്കുക എന്ന പ്രശ്നത്തിൽ ഓരോ ഭൂപതിവ് നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ ചട്ടങ്ങളുടെയും അനന്തമായ സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്തി അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ച് പരമാവധി പേരെ ഭൂമിയുടെ ഉടമകളാക്കാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു പട്ടയ മിഷന് നേതൃത്വം നൽകുകയാണ്. അതിൽ പ്രത്യേകമായി മലയോര മേഖലയ്ക്കും ആദിവാസി മേഖലയിലുമുള്ളവർക്ക് പട്ടയം കൊടുക്കാൻ ഒരു ആദിവാസി മലയോര മേഖലകളിലെ പട്ടയ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജറും കളക്ടർമാരുടെ യോഗം അംഗീകരിക്കുകയുണ്ടായി. അത് സംബന്ധിച്ചുകൊണ്ടുള്ള വിവിധങ്ങളായ ആലോചനകൾ നടത്തുകയാണ്. സ്വാഭാവികമായിട്ടും പട്ടയം കൊടുക്കേണ്ട വകുപ്പ് റവന്യൂ ആണെങ്കിലും മറ്റു പല വകുപ്പുകളുടെയും കയ്യിലുള്ള സ്ഥലങ്ങളിൽ ദീർഘകാലമായി കുടിയേറി താമസിക്കുന്ന ധാരാളമായ മനുഷ്യരുണ്ട്. അത്തരം ആളുകൾക്ക്, കൈവശക്കാരായ ആളുകൾക്ക് ഭൂമിയുടെ അവകാശം ലഭ്യമാകണമെങ്കിൽ ആ വകുപ്പുകൾ കൈവച്ചിരിക്കുന്ന സ്ഥലം റവന്യൂ വകുപ്പിലേക്ക് ഡീവെസ്റ്റ് ചെയ്യുകയും അങ്ങനെ ഡീവെസ്റ്റ് ചെയ്ത സ്ഥലത്ത് ദീർഘകാലമായി അവിടെ താമസിക്കുന്ന അർഹരായ അപേക്ഷകർക്ക് പട്ടയം കൊടുക്കുകയും ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ഭാഗമായി വൈദ്യുത വകുപ്പിൻ്റെയും ജലസേചന വകുപ്പിൻ്റെയും പൊതുമരാമത്ത് വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും വനം വകുപ്പിൻ്റെയും മന്ത്രിമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി വരുന്ന ദിവസങ്ങളിൽ കൂടിയാലോചനയുടെ തീയതികൾ തീരുമാനിച്ചു. അവരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ആശയവിനിമയം നടത്തി വകുപ്പുകൾ തമ്മിലുള്ള ആശയവിനിമയത്തോടുകൂടി പരമാവധി ഭൂമി കൈവശക്കാരായ ആളുകൾക്ക്, അർഹരായ ആളുകൾക്ക് പതിച്ചു കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾക്ക് പൊതുരൂപം നൽകുകയാണ് ഈ നടപടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നൽവയൽ തണ്ണീർത്തട നിയമവുമായി ബന്ധപ്പെട്ട് ഇനിയും ഓൺലൈനായി ബാക്കിയുള്ള അപേക്ഷകളിൽ കുറഞ്ഞ കാലം കൊണ്ട് തീർപ്പാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ വേഗത വർദ്ധിപ്പിക്കൽ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകമായി വിളിച്ചുകൂട്ടൽ. നൽവയൽ തണ്ണീർത്തട നിയമം യഥാർത്ഥത്തിൽ അതിൻ്റെ ചുമതലക്കാരായിട്ടുള്ള സബ് കളക്ടർമാരുടെയും RDOമാരുടെയും പ്രത്യേക ശില്പശാല വർക്ക്ഷോപ്പ് തന്നെ നടത്തി അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പദ്ധതി തയ്യാറാക്കാനും ഇന്നത്തെ കളക്ടർമാരുടെ യോഗത്തിൽ പ്രധാനമായ ആലോചനകളിൽ പെട്ട കാര്യങ്ങളാണ്. സർവേ നടപടികൾ വളരെ വേഗതയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് യോഗം വിലയിരുത്തപ്പെട്ടത്. സർവേ നടപടികളിൽ റവന്യൂ വകുപ്പിൻ്റെ കൂടി കൂട്ടായ സഹകരണം ഉൾപ്പെടുത്തിക്കൊണ്ട് 4 വർഷക്കാലം കൊണ്ട് കേരളത്തെ സമ്പൂർണ്ണമായി റീസർവേ നടത്തുക എന്ന യജ്ഞം പൂർത്തീകരിക്കാൻ കഴിയും. അതിനുവേണ്ടി എല്ലാ ജില്ലകളിലും പ്രത്യേകമായ പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. 6 മാസക്കാലത്തിനിടയിൽ 200 വില്ലേജുകൾ എന്ന നിലവാരത്തിൽ വില്ലേജുകളുടെ പട്ടിക തയ്യാറാക്കി ആ പട്ടിക വെച്ചുകൊണ്ട് അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധത്തിലുള്ള പരിപാടികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും താൽക്കാലികമായി നിയമിക്കുന്ന ജീവനക്കാരും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിനകം നടത്തി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനമായും
നിരവധി നിയമ ഭേദഗതികളിലൂടെ കടക്കേണ്ട ഒരു ഘട്ടം കൂടി റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ട്. നേരത്തെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ ചേർന്ന യോഗം തീരുമാനിച്ചതുപോലെ ഭൂപതിവ് നിയമങ്ങളിൽ വരുത്തേണ്ട ഭേദഗതിയുടെ കരട് തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നടന്നു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്യുകയുണ്ടായി. സെറ്റിൽമെൻറ്റ് ആക്ട് കേരളത്തിലെ ചരിത്രത്തിലാദ്യമായി റീസർവേ നടപടികളുടെ യഥാർത്ഥ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു സെറ്റിൽമെൻറ്റ് ആക്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെറ്റിൽമെൻറ്റ് ആക്ട് കേരള ചരിത്രത്തിലാദ്യമായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളും ഗൗരവമായി ആലോചനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. റവന്യൂ സർവേ വകുപ്പുകളോടൊപ്പം തന്നെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ കൂടി പൊതുവായ വിലയിരുത്തലിന് ഇടയാക്കി. 2023 തന്നെ കേരളത്തിലെ ആദ്യത്തെ നാഷണൽ ഹൗസിംഗ് പാർക്ക് നിർമ്മിക്കാൻ കഴിയും എന്ന ധാരണയാണ് യഥാർത്ഥത്തിൽ ഈ യോഗത്തിനുള്ളത്. ദുരന്ത നിവാരണ പ്രക്രിയകളിൽ പങ്കാളിയാക്കുന്നതിൻ്റെ വിവിധങ്ങളായ സാധ്യതകളും അതിനുവേണ്ടി നടത്തേണ്ട മുന്നൊരുക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കപ്പെടേണ്ട പദ്ധതികളും വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയുണ്ടായി. ലക്ഷം വീട് പദ്ധതിക്ക് ഇത്തവണത്തെ പ്രത്യേകത, ലക്ഷം വീട് രൂപീകരിക്കപ്പെട്ടതിൻ്റെ 50 വർഷം പൂർത്തീകരിക്കപ്പെട്ട ഒരു ഘട്ടമാണ്. MN സുവർണ ഭവനങ്ങൾ എന്ന പേരിൽ ഇരട്ട വീടുകളെ ഒറ്റ വീടുകളാക്കുന്ന വിധത്തിലുള്ള പദ്ധതിക്കും പൊതുവായി നേതൃത്വം നൽകി. റവന്യൂ വകുപ്പിനെ ഒറ്റ വർഷം കൊണ്ട് 2023 തന്നെ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ആശയമാണ് ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനായി റവന്യൂ വകുപ്പിൻ്റെ കെട്ടിടങ്ങൾ ഭൗതികമായി മാറ്റം വരുത്തുക മാത്രമല്ല, അതിനകത്ത് നടപ്പിലാക്കപ്പെടേണ്ട എല്ലാ പ്രക്രിയയും ഓൺലൈനാക്കുക എന്ന ഒരു ശ്രമം കൂടി ഇപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. 2023 തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയും. പ്ലാൻ ഫണ്ടിൽ നിന്ന് ആവശ്യമായ സംഖ്യ അനുവദിച്ചുകൊണ്ട് ഉപകരണങ്ങൾ വാങ്ങുന്നതോടൊപ്പം തന്നെ പ്രത്യേക നിധിയിൽ നിന്ന് MLA-മാർക്ക് തങ്ങളുടെ വില്ലേജ് ഓഫീസുകളിലേക്കും താലൂക്ക് ഓഫീസുകളിലേക്കും ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങാനുള്ള അനുവാദം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. 2023 നവംബർ 1 തന്നെ അടുത്ത കേരള പിറവി ദിനത്തിനകത്തു തന്നെ വില്ലേജ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ സകല ഓഫീസുകളെയും ഓൺലൈനായി കൊണ്ടുവരാനും ആവശ്യമായ ഉപകരണങ്ങൾ കൊണ്ടുവരാനുമുള്ള പ്രവർത്തനങ്ങൾക്കും വളരെ ഗൗരവമായി രൂപം നൽകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. റവന്യൂ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ അതിൻ്റെ സുതാര്യതയും വേഗതയും വർദ്ധിപ്പിച്ചുകൊണ്ട് കുറഞ്ഞ കാലത്തിനുള്ളിൽ എല്ലാ രേഖകളും വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന വിധത്തിൽ റവന്യൂ വകുപ്പിനെ കൂട്ടിയോജിപ്പിക്കുക എന്ന ലക്ഷ്യം നിറവേറ്റുകയാണ്. അതിൻ്റെ ഭാഗമായി ഓരോ ജില്ലയിലും നടന്ന പരിപാടികൾ അവലോകനം ചെയ്യുകയും ജില്ലകളിൽ പുതിയതായി നടപ്പിലാക്കപ്പെടേണ്ട സ്ട്രാറ്റജി തീരുമാനിക്കുകയും അതനുസരിച്ച് വേഗത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.